അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നവാസിഖുൽ ഇബ്തിദായിൽപ്പെട്ടിട്ടുള്ള ഇന്ന വഅഖ്വാതുഹ എന്ന പേരിലുള്ള 6 ഹർഫുകളെക്കുറിച്ചാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിന് നമ്മൾ ഒരു കാര്യവും കൂടി മനസ്സിലാക്കി, അതായത് ഇന്ന എന്നുള്ളതിൻ്റെ ഖബറിൽ ലാമുൽ ഇബ്തിദാ ചേർന്ന് വരുന്നതാണ് എന്നീ വിഷയം നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇനി അടുത്തതായിട്ട് നമുക്ക് പഠിക്കുവാനുള്ളത് ഈ ഒരു ബാബിൽ, അതായത് ഇന്ന എന്നുള്ള ഹർഫിന് ശേഷം മറ്റ് എപ്പോഴൊക്കെ ലാമുൽ ഇബ്തിദാ നമുക്ക് ഉപയോഗിക്കാൻ കഴിയും എന്നുള്ള വിഷയമാണ്. ഓക്കെ, കിതാബിലേക്ക് നോക്കുക. وتصحب الواسيط معمول الخبر والفصل واسما حل قبله الخبر. ഓക്കെ, വതസ്ഹബു ലാമുൽ ഇബ്തിദാ ചേർന്ന് വരാറുണ്ട് അൽ വാസിത്ത നടുവിലുള്ള പദത്തിനിക്ക്. ഓക്കെ, ഇനി വാസിത്ത എന്നുള്ള പദത്തിൻ്റെ ബദലാണ് അടുത്തത്, അതായത് മഅ്മൂൽ അൽ ഖബർ, ഖബറിൻ്റെ മഅ്മൂലിൽ എന്നർത്ഥം. എന്ന് പറഞ്ഞാൽ ഇന്ന എന്നുള്ളതിൻ്റെ ഖബറിനിക്ക് ഒരു മഅ്മൂല് വരുന്നു. ആ മഅ്മൂല് തന്നെ ഇന്നയുടെ ഇസ്മിൻ്റെയും ഖബറിൻ്റെയും ഇടയിലാണ്, നടുവിലാണ് വന്നത് എങ്കിൽ ആ ഒരു പദത്തിൽ, ആ ഒരു മഅ്മൂലുൽ ഖബറിൽ ലാമുൽ ഇബ്തിദാ ചേർന്ന് വരുന്നതാണ് എന്നർത്ഥം. ഓക്കെ, ഉദാഹരണം പറഞ്ഞാൽ ഇന്ന സൈദൻ ആകിലുൻ തുആമക എന്ന് പറയാണ്. ഓക്കെ, ഇന്ന എന്നുള്ളതിൻ്റെ ഇസ്മാണ് സൈദൻ എന്നുള്ളത്, അതിൻ്റെ ഖബറാണ് ആകിലുൻ എന്നുള്ളത്. തുആമക എന്നുള്ള ആക്കിലുൻ എന്നുള്ള ഖബറിൻ്റെ മഅ്മൂലാണ് എന്ന് നമുക്കറിയാവുന്നതാണ്. ഓക്കെ, ഇനി ഈ മഅ്മൂൽ എന്ത് ചെയ്യുകയാണ്? ഇസ്മിൻ്റെയും ഖബറിൻ്റെയും ഇടയിലായിട്ട് വാസിത്തായിട്ട് വരികയാണ്. അതായത് ഇന്ന സൈദൻ തുആമക ആക്കിലുൻ എന്ന് പറയുകയാണെങ്കിൽ ആ മഅ്മൂലുൽ ഖബറിൽ ആ തുആമക എന്നുള്ളതിൽ ലാമുൽ ഇബ്തിദാ ചേർന്ന് വരാവുന്നതാണ്. ഇന്ന സൈദൻ ല തുആമക ആക്കിലുൻ എന്ന് പറയാവുന്നതാണ് എന്നർത്ഥം. ഓക്കെ, ഇനി അടുത്തത് വൽ ഫസ്ല, ലമീറുൽ ഫസ്ലിനോടും ചേർന്ന് വരാറുണ്ട്. ഇൻഷാ അല്ലാഹ് ലമീറുൽ ഫസ്ൽ എന്താണെന്ന് പിന്നീട് നമുക്ക് ഷറഹിൽ പരിചയപ്പെടാം. എന്നുള്ളതുപോലെ വസ്മൻ, ഇന്ന എന്നുള്ളതിൻ്റെ ഇസ്മിനോടും ചേർന്ന് വരാറുണ്ട്. എങ്ങനത്തെ ഇസ്മാണ്? ഹല്ല ഖബ്ലഹുൽ ഖബർ, ആ ഇസ്മിന് മുമ്പായിട്ട് ഖബർ വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നയുടെ ഖബർ ആദ്യം വന്നു, അതിന് ശേഷമാണ് ഇസ്മ വന്നിട്ടുള്ളത് എങ്കിൽ ആ ഇസ്മിനോടും ലാമുൽ ഇബ്തിദാ ചേർന്ന് വരാവുന്നതാണ് എന്നർത്ഥം. ഓക്കെ, അത്തരത്തിലുള്ള ഒരു ഉദാഹരണമാണ് ഇന്ന ഫിദ്ദാരി ല സൈദൻ എന്ന് പറയുന്നത്. ഓക്കെ, അവിടെ ഇന്ന എന്നുള്ളതിൻ്റെ ഇസ്മ് സൈദൻ എന്നുള്ളതാണ്, ഫിദ്ദാരി എന്നുള്ളത് അതിൻ്റെ ഖബറുമാണ്. പക്ഷേ ഫിദ്ദാരി എന്നുള്ള ഖബർ മുന്തിയാണ് വന്നത്, ഇസ്മ് പിന്തിയാണ് വന്നത് എന്നതുകൊണ്ട് തന്നെ ആ ഇസ്മിൽ നമുക്ക് ലാമുൽ ഇബ്തിദാ ചേർത്തിട്ട് ഇന്ന ഫിദ്ദാരി ല സൈദൻ എന്ന് പറയാവുന്നതാണ്. ഓക്കെ, ഏതായാലും ഷറഹിലേക്ക് കടക്കുമ്പോൾ വ്യക്തമായിട്ട് മനസ്സിലാകും. ഒന്ന് നോക്കാം. തദ്ഖുലു ലാമുൽ ഇബ്തിദാഇ, ലാമുൽ ഇബ്തിദാ പ്രവേശിക്കുന്നതാണ് അലാ മഅ്മൂലിൽ ഖബരി, ഖബറിൻ്റെ മഅ്മൂലിൻ്റെ മേൽ. എപ്പോൾ? ഇദാ തവസ്സത ബൈനസ്മി ഇന്ന വൽ ഖബരി, ഇന്നയുടെ ഇസ്മിൻ്റെയും ഖബറിൻ്റെയും ഇടയിലായിട്ട് മഅ്മൂലുൽ ഖബർ വരികയാണ് എങ്കിൽ നഹ്വു ഇന്ന സൈദൻ ല തുആമക ആകിലുൻ എന്നുള്ളത് പോലെ. ഓക്കെ, ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, വയംബഗി അൻ യകൂനൽ ഖബറു ഹീനഇദിൻ, ഈ ഒരു അവസരത്തിൽ ഖബർ ആവൽ അത്യാവശ്യമാണ്. മിമ്മാ യസിഹു ദുഖൂലുൽ ലാമി അലൈഹി. ഓക്കെ, നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചിരുന്നു, ലാമുൽ ഇബ്തിദാ പ്രവേശിക്കണമെങ്കിൽ ആ ഖബർ ഏതുപോലെ ആകാൻ പാടില്ല? റളിയ പോലെയുള്ള ഫിഅലാകാൻ പാടില്ല, മൻഫി ആയിട്ടുള്ള കാര്യമാകാൻ പാടില്ല എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അപ്രകാരം ഖബറിൽ ലാമ് പ്രവേശിക്കാൻ പറ്റാത്ത ഒരു രൂപത്തിലാകാൻ പാടില്ല എന്നർത്ഥം. വയംബഗി അത്യാവശ്യമാണ് അൻ യകൂനൽ ഖബറു ഹീനഇദിൻ, ഇങ്ങനെ മഅ്മൂലുൽ ഖബർ മുന്തി വരുമ്പോൾ അതിൽ ലാമുൽ ഇബ്തിദാ പ്രവേശിക്കുന്ന അവസരത്തിൽ അവിടെയുള്ള ഖബർ ആകാൻ പാടില്ല, ആകൽ നിർബന്ധമാണ്. മിമ്മാ യസിഹു ദുഖൂലുൽ ലാമി അലൈഹി, ലാമുൽ ഇബ്തിദാ ആ ഖബറിൻ്റെ മേൽ പ്രവേശിക്കാൻ പറ്റുന്നതായി തീരണം. കമാ മസൽന, നമ്മൾ ഉദാഹരിച്ചതുപോലെ. നമ്മുടെ ഉദാഹരണത്തിൽ ആക്കിലുൻ എന്നുള്ളതാണ് ഖബർ, അതിൽ നമുക്ക് ല ആക്കിലുൻ എന്ന് ചേർത്ത് പറയാവുന്നതായിരുന്നു. ഓക്കെ, ഇനി ഫഇൻ കാനൽ ഖബറു, ഇനി ഖബറാണ് എങ്കിൽ ലാ യസിഹു ദുഖൂലുൽ ലാമി അലൈഹി, ഓക്കെ, അതിൻ്റെ മേൽ ലാമ് പ്രവേശിക്കാൻ കഴിയൂല എങ്കിലോ ലം യസിഹ ദുഖൂലുഹാ അലൽ മഅ്മൂലി, ആ അവസരത്തിൽ ആ ഖബറിൻ്റെ മഅ്മൂലിൻ്റെ മേലിലും ആ ലാമുൽ ഇബ്തിദാ പ്രവേശിച്ചാൽ അത് ശരിയാവുകയില്ല.
ഏതുപോലെ കമാ ഇദാ കാനൽ ഖബറു ഫിഅലൻ മാദിയൻ മുതസദ്ദിഫൻ ഗൈറ മഖറൂനിൻ ബിഖദ്. ഓക്കെ, നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചതുപോലെ റളിയ പോലെയുള്ള ഒരു ഫിഅലാകരുത് എന്ന് നമ്മൾ പഠിച്ചിരുന്നു. അതായത് ഫിഅൽ മാദി മുതസദ്ദിഫ് എന്നുള്ളത് പോലെ ഖദ് എന്ന് ചേർന്ന് വന്നിട്ടുമില്ല. അത്തരത്തിലുള്ള ഒരു ഫിഅലാണ് ഖബറാണ് എങ്കിൽ ലം യസിഹ ദുഖൂലുൽ ലാമി അലൽ മഅമൂലി, ആ ഖബറിൻ്റെ മഅമൂലിൻ്റെ മേലിലും ലാമുൽ ഇബ്തിദാ പ്രവേശിക്കാൻ പാടില്ല, അത് ശരിയാവുകയില്ല. അപ്പോൾ ഫലാ തഖൂലു ഇന്ന സൈദൻ ലതഅമക അക്കല എന്ന് പറയാൻ പാടില്ല. ഇവിടെ ശ്രദ്ധിക്കുക, ഇന്ന എന്നുള്ളതിൻ്റെ ഖബർ അക്കല എന്നുള്ളതാണ്. ആ ഖബറിനോടൊപ്പം ഒരിക്കലും നമുക്ക് ലാമുൽ ഇബ്തിദാ ചേർത്ത് വരാൻ പറ്റുകയില്ല. കാരണം അക്കല എന്നുള്ളത് റളിയ പോലെയുള്ള മാദി മുതസദ്ദിഫായിട്ടുള്ള ഫിഅലാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ അതിൻ്റെ മഅമൂലായിട്ടുള്ള തഅമക എന്നുള്ളതിലും ലാമുൽ ഇബ്തിദാ ചേർന്ന് വരാൻ പാടില്ല. അപ്പോൾ ഇന്ന സൈദൻ ലതഅമക അക്കല എന്ന് പറയുന്നത് ശരിയല്ല എന്നർത്ഥം. എന്നാൽ അജാസ ദാലിക ബഅ്ളുഹും, ചില നഹ്വി പണ്ഡിതന്മാർ ഇങ്ങനെ പറയുന്നതിനെ ജായിസാക്കിയിട്ടുണ്ട്. ഓക്കെ, ഇനി ഒന്ന് നോക്കുക. വ ഇന്നമാ ഖാലൽ മുസന്നിഫു വ തസ്ഹബുൽ വാസിത അൽ മുതവസ്സിത. മുസന്നിഫ് തങ്ങൾ വാസിത്തിനോട്, അതായത് നടുവിൽ വരുന്നതിനോട് ചേർന്ന് വരും എന്ന് പറഞ്ഞത് തംബീഹൻ ഉണർത്തിക്കൊണ്ടാണ്. അല അന്നഹ ലാ തദ്ഖുലു അലൽ മഅമൂലി, അത് മഅമൂലുൽ ഖബറിൻ്റെ മേലിൽ ലാമുൽ ഇബ്തിദാ പ്രവേശിക്കുകയില്ല. ഇദാ തഅഖറ, മഅമൂലുൽ ഖബർ പിന്തി വരികയാണ് എങ്കിൽ, അതായത് ഇസ്മിൻ്റെയും ഖബറിൻ്റെയും ഇടയിൽ വന്നാലേ ആ മഅമൂലുൽ ഖബറിൻ്റെ മേലിൽ ലാമുൽ ഇബ്തിദാ പ്രവേശിക്കുകയുള്ളൂ. അത് ഖബറിനെ തൊട്ടും പിന്തി വരികയാണ് എങ്കിൽ ലാമുൽ ഇബ്തിദാ അതിൽ പ്രവേശിക്കുകയില്ല. അപ്പോൾ ഫലാ തഖൂലു ഇന്ന സൈദൻ ആക്കിനുൻ ലതഅമക എന്ന് പറയാൻ പാടില്ല. ഇവിടെ തഅമക എന്നുള്ള മഅമൂല് ആക്കിലിൽ നിന്നുള്ള ഖബറിനേക്കാളും പിന്തിയാണ് വന്നത് എന്നത് കാരണത്താൽ. ഓക്കെ, ഇനി ഒന്ന് നോക്കുക. വഅശ്അറ ഖൗലുഹു, മുസന്നിഫ് തങ്ങളുടെ ഖൗല് തോന്നിപ്പിക്കുന്നുണ്ട്. ബി അന്നൽ ലാമ, തീർച്ചയായിട്ടും ലാമുൽ ഇബ്തിദാ ഇദാ ദഖലത അലൽ മഅമൂലിൽ മുതവസ്സിത്തി. ഓക്കെ, മുതവസ്സിത്തായിട്ടുള്ള മഅമൂലിൻ്റെ മേൽ പ്രവേശിക്കുകയാണ് എങ്കിൽ, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇന്ന സൈദൻ ലതഅമക ആക്കിലുൻ എന്ന് ആ മഅമൂലായിട്ടുള്ള ലതഅമക എന്നുള്ളിടത്ത് ലാമുൽ ഇബ്തിദാ പ്രവേശിക്കുകയാണെങ്കിൽ ലാ തദ്ഖുലു അലൽ ഖബറി, ആ അവസരത്തിൽ അത് ഖബറിൻ്റെ മേൽ പ്രവേശിക്കുകയില്ല എന്ന് പറഞ്ഞാൽ ഇന്ന സൈദൻ ലതഅമക ലആകിലുൻ എന്ന് പറയാൻ പാടില്ല എന്നർത്ഥം. രണ്ടിലും കൂടെ പ്രവേശിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകാൻ പാടില്ല. ഫലാ തഖൂലു ഇന്ന സൈദൻ ലതഅമക ലആകിലുൻ എന്ന് പറയാൻ പാടില്ല. ഓക്കെ, അപ്പോൾ മുസന്നിഫ് തങ്ങളുടെ ഖൗല് ഈ ഒരു കാര്യത്തെ തോന്നിപ്പിച്ചു എന്ന് നമ്മൾ പറഞ്ഞല്ലോ. അതിനുള്ള കാരണം എന്താ? വദാലിക, ആ ഒരു തോന്നിപ്പിക്കൽ മിൻ ജിഹത്തി, ഒരു രൂപത്തിലൂടെയാണ്. അതെന്താണ്? അന്നഹു ഖസ്സസ ദുഖൂലൽ ലാമി, മുസന്നിഫ് തങ്ങൾ എന്ത് ചെയ്തു? ലാമുൽ ഇബ്തിദാ പ്രവേശിക്കുന്നതിനെ പ്രത്യേകമാക്കി പറഞ്ഞു. ബി മഅമൂലിൽ ഖബറിൽ മുതവസ്സിത്തി, മുതവസ്സിത്തായിട്ടുള്ള, അതായത് ഖബറിൻ്റെ മുതവസ്സിത്തായിട്ടുള്ള മഅമൂലിനോട് ചേർന്ന് വരും എന്ന് മാത്രമായിട്ടാണ് മുസന്നിഫ് തങ്ങൾ പ്രത്യേകമാക്കി പറഞ്ഞത്. അല്ലാതെ എന്തല്ല, ഖബറിനോടൊപ്പം ഈ മഅമൂലിൽ പ്രവേശിക്കും എന്ന് മുസന്നിഫ് തങ്ങൾ പറഞ്ഞിട്ടില്ലല്ലോ. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലായി എന്ത്? മഅമൂലുൽ ഖബറിനോടൊപ്പം ലാമുൽ ഇബ്തിദാ വരികയാണ് എങ്കിൽ പിന്നീട് അവിടെ ഖബറിനോടൊപ്പം വരികയില്ല എന്ന്. ഓക്കെ, എന്നിരുന്നാലും വഖദ് സുമിഅ ദാലിക ഖലീലൻ, വളരെ വിരളമായിട്ട് ഇങ്ങനെയുള്ള ഒരു കാര്യം കേൾക്കപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ മഅമൂലുൽ ഖബറിൻ്റെ മേലിലും ചിലപ്പോൾ ലാമുൽ ഇബ്തിദാ വരാറുണ്ട്. അത് വളരെ വിരളമായിട്ടുള്ള ഉപയോഗമാണ്. ഹുക്കിയ മിൻ കലാമിഹിം, അറബികളുടെ കലാമിൽ നിന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്, ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. ഇന്നി ലബിഹംദില്ലാഹി ലസാലിഹുൻ. ഓക്കെ, ഇന്നി എന്നുള്ളിടത്ത് ഇന്ന എന്നുള്ളതിൻ്റെ ഇസ്മാണ് ആ യാ ഉൽ മുത്തകല്ലിമ്. സാലിഹുൻ എന്നുള്ളത് അതിൻ്റെ ഖബറാണ്. സാലിഹുൻ എന്നുള്ളതിൻ്റെ മഅമൂലാണ് ബിഹംദില്ലാഹി എന്നുള്ളത്. എന്നാൽ നമുക്ക് കാണാവുന്നതാണ് ലബി ഹംദില്ലാഹി എന്നുള്ളിടത്ത് ആ മഅമൂലിൻ്റെ മേലിലും ലസാലിഹുൻ എന്നുള്ളിടത്ത് ആ ഖബറിൻ്റെ മേലിലും ലാമുൽ ഇബ്തിദാ പ്രവേശിച്ചിട്ടുണ്ട്. ഈ ഒരു ഉപയോഗം വളരെ വിരളമാണ് എന്നർത്ഥം. ലാമുൽ ഇബ്തിദാ ചേർന്ന് വരുമെന്ന് ബൈത്തിൽ സൂചിപ്പിച്ച രണ്ടാമത്തെ ഇടമാണ് ഇനി ഷറഹിൽ വിശദീകരിക്കുന്നത്. വ അഷാറ ബി ഖൗലിഹി വൽ ഫസ്ല, ഫസ്ലിനോടും ലാമുൽ ഇബ്തിദാ ചേർന്ന് വരും എന്നുള്ള മുസന്നിഫ് തങ്ങളുടെ ഖൗല് കൊണ്ട് അവിടുന്ന് സൂചിപ്പിച്ചു. ഇലാ അന്ന ലാമുൽ ഇബ്തിദാ, തീർച്ചയായിട്ടും ലാമുൽ ഇബ്തിദാ തദ്ഖുലു അലാ ളമീരിൽ ഫസ്ലി, അത് ളമീറുൽ ഫസ്ലിൻ്റെ മേൽ പ്രവേശിക്കുന്നതാണ്. ഓക്കെ, ളമീറുൽ ഫസ്ൽ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ ഒരു കാര്യം ഖബറാണോ അതല്ല സിഫത്താണോ എന്ന് അറിയാൻ
എന്ന് ഒരു കാര്യത്തെ വേർതിരിച്ച് മനസ്സിലാക്കാൻ സഹായിക്കുന്ന ലൊമീറിനെ കുറിച്ചാണിത് പറയുന്നത്. ഓക്കെ, ഉദാഹരണം പറയുമ്പോൾ ഒന്നുകൂടെ വ്യക്തമാകും. നഹ്വു ഇന്ന സൈദൻ ലഹുവൽ ഖായിമു. ഓക്കെ, ഇന്ന സൈദൻ, ഇന്ന എന്നുള്ളതിൻ്റെ ഇസ്മാണ്, സൈദൻ എന്നുള്ളത്, അൽ ഖായിമു എന്നുള്ളത് അതിൻ്റെ ഖബറുമാണ്. ഓക്കെ, അതിന് ഇടയിൽ വന്നിട്ടുള്ള ലൊമീറുൽ ഫസ്ലാണ് ഹുവ എന്നുള്ളത്. ആ ഹുവയോടൊപ്പം നമുക്ക് ലാമുൽ ഇബ്തിദാ ചേർത്ത് ഉപയോഗിക്കാവുന്നതാണ്. ഇന്ന സൈദൻ ലഹുവൽ ഖായിമു എന്ന് പറയാവുന്നതാണ്. ഓക്കെ, ഇതുപോലത്തെ മറ്റൊരു ഉപയോഗമാണ് പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. വഖാല അല്ലാഹു തആല ഇന്ന ഹാദാ ലഹുവൽ ഖസസുൽ ഹഖ്. ഓക്കെ, അല്ലാഹു തആല ധാരാളം അംബിയാ മുർസലുകളുടെ ചരിത്രങ്ങൾ വിശദീകരിച്ചതിന് ശേഷം പറയുന്നു, ഇന്ന ഹാദാ ലഹുവൽ ഖസസുൽ ഹഖ്, ഇത് ഏറ്റവും സത്യമായിട്ടുള്ള കഥകൾ തന്നെയാണ് എന്നുള്ളത്. ഇവിടെയും നോക്കുക, ഇന്ന എന്നുള്ളതിൻ്റെ ഇസ്മാണ്, ഹാദ എന്നുള്ളത് അൽ ഖസസു എന്നുള്ളതാണ് അതിൻ്റെ ഖബറായിട്ട് വരുന്നത്. എന്നാൽ അതിനിടയിലുള്ള ഹുവ എന്നുള്ള ലൊമീറുൽ ഫസ്ലിൽ നമുക്ക് ലാമുൽ ഇബ്തിദാ കാണാവുന്നതാണ്. ഓക്കെ, ഫഹാദ, ഹാദ എന്നുള്ളത് ഇസ്മു ഇന്നയാണ്, വഹുവ എന്നുള്ളത് ലൊമീറുൽ ഫസ്ലാണ്, വദഖലത അലൈഹി ലാമു, ആ ലൊമീറുൽ ഫസ്ലായിട്ടുള്ള ഹുവയുടെ മേൽ ലാമുൽ ഇബ്തിദാ പ്രവേശിച്ചിട്ടുണ്ട്. ഇനി വൽ ഖസസു എന്നുള്ളത് ഖബറു ഇന്ന, ഇന്ന എന്നുള്ളതിൻ്റെ ഖബറാണ് എന്നർത്ഥം. ഓക്കെ, ഇനി നമ്മൾ നേരത്തെ സൂചിപ്പിച്ച എന്തുകൊണ്ടാണ് ഈ ഹുവ എന്നുള്ള ലൊമീറിനെ നമ്മൾ ലൊമീറുൽ ഫസ്ല് എന്ന് പറയുന്നത് എന്ന കാര്യമാണ് അടുത്തത് സൂചിപ്പിക്കുന്നത്. ഓക്കെ, വസുമ്മിയ ലൊമീർ അൽ ഫസ്ലി, ഈ ഒരു ഹുവ എന്നുള്ള ലൊമീറിനെ ലൊമീറുൽ ഫസ്ല് എന്ന് പേര് വിളിക്കപ്പെട്ടു. അതിനുള്ള കാരണം എന്താ? ലി അന്നഹു, കാരണം ഈ ലൊമീർ യഫ്സിലു ബൈനൽ ഖബരി വസ്സിഫത്തി, അത് ഖബറിൻ്റെ ഇടയിലും സിഫത്തിൻ്റെയും ഇടയിൽ, ഖബറിൻ്റെയും സിഫത്തിൻ്റെയും ഇടയിൽ വേർതിരിവ് നടത്തുന്നു എന്നുള്ളതാണ്. ഓക്കെ, അത് വിശദീകരിക്കാം. വദാലിക, അത് ഇദാ ഖുൽത സൈദുൻ ഹുവൽ ഖായിമു, നീ സൈദുൻ ഹുവൽ ഖായിമു എന്ന് പറയുകയാണ് എങ്കിൽ. ഓക്കെ, ഇനി ഫലൗലം തഅതി ബി ഹുവ, ഇനി ഇവിടെ നീ ഹുവ എന്ന് കൊണ്ടുവന്നിട്ടില്ല എങ്കിൽ, സൈദുൻ അൽ ഖായിമു എന്നാണ് പറയുന്നത് എങ്കിലോ, ലഹ്തമല, അവിടെ സാധ്യതയുണ്ട്, അൻ യകൂനൽ ഖായിമു സിഫതൻ ലി സൈദിൻ, അവിടെ ഖായിം അൽ ഖായിമു എന്നുള്ളത് സൈദ് എന്നുള്ളതിൻ്റെ സിഫത്താകാനുള്ള സാധ്യതയുണ്ട്. എന്ന് പറഞ്ഞാൽ സൈദുൻ അൽ ഖായിമു എന്ന് പറഞ്ഞാൽ നിൽക്കുന്നവനായ സൈദ് എന്ന് അർത്ഥം പറയാനും സാധ്യതയുണ്ട്. വ അൻ യകൂന ഖബറൻ അൻഹു, എന്നാൽ സൈദ് നിൽക്കുന്നവനാണ് എന്നതാകാനും സാധ്യതയുണ്ട്. അപ്പോൾ സൈദുൻ അൽ ഖായിമു എന്ന് പറയുകയാണെങ്കിൽ നിൽക്കുന്നവനായ സൈദ് എന്ന് സിഫത്താക്കി മാറ്റാനും, സൈദ് നിൽക്കുന്നവനാണ് എന്നുള്ള അർത്ഥത്തിൽ ഖായിമു എന്നുള്ളതിനെ ഖബറാക്കി മാറ്റാനും സാധ്യതയുണ്ട്. എന്നാൽ ഫലമ്മ അതൈത ബി ഹുവ, നീ അതിൻ്റെ ഇടയിൽ ഹുവ എന്നുള്ള ലമീർ കൊണ്ടുവന്നപ്പോഴോ, തഅയ്യന അൻ യകൂനൽ ഖായിമു ഖബറൻ അൻ സൈദിൻ, ആ അവസരത്തിൽ ഖായിമു എന്നുള്ളത് സൈദ് എന്നുള്ളതിൻ്റെ ഖബറാകൽ നിർണിതമായി. ഓക്കെ, അതുകൊണ്ട് തന്നെ സൈദുൻ അൽ ഖായിമു എന്നുള്ളിടത്ത് അൽ ഖായിമു എന്നുള്ളത് ഖബർ തന്നെയാണ് എന്ന് സിഫത്തിൽ നിന്നും അതിനെ വേർതിരിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ലമീറാണ് ഹുവ എന്നുള്ളത് കൊണ്ടാണ് ആ ലമീറിനെ നമ്മൾ ലമീറുൽ ഫസ്ല്, വേർതിരിക്കുന്ന ലമീർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത്തരത്തിലുള്ള ലമീർ ഇന്ന സൈദൻ ലഹുവൽ ഖായിമു എന്നുള്ളിടത്ത് വന്നാലും അതിനെക്കുറിച്ച് നമ്മൾ ലമീറുൽ ഫസ്ൽ എന്നാണ് പറയുന്നത്. ആ ലമീറുൽ ഫസ്ലിനോട് ലാമുൽ ഇബ്തിദാ പ്രവേശിക്കാവുന്നതാണ് എന്നർത്ഥം. ഓക്കെ, ഇനി ലമീറുൽ ഫസ്ൽ ആകാനുള്ള ഒരു നിബന്ധനയാണ് പറയുന്നത്. വ ഷർത്തു ലമീറുൽ ഫസ്ലി, ലമീറുൽ ഫസ്ലിൻ്റെ ഷർത്ത് അൻ യതവസ്സത ബൈനൽ മുബ്തദഇ വൽ ഖബരി, അത് മുബ്തദഇൻ്റെയും ഖബറിൻ്റെയും ഇടയിൽ വരലാണ്. നഹ്വു സൈദുൻ ഹുവൽ ഖായിമു എന്ന് പറയുന്നത് പോലെ. ഓക്കെ, ഔ അല്ലെങ്കിൽ ബൈന മാ അസ്ലുഹുൽ മുബ്തദഉ വൽ ഖബറു, അല്ലെങ്കിൽ നേരിട്ട മുബ്തദഇൻ്റെയും ഖബറിൻ്റെയും നടുവിലായിക്കൊള്ളണമെന്നില്ല, മറിച്ച് മുബ്തദഉം ഖബറും അസ്ലായിട്ടുള്ള വസ്തുക്കളുടെ ഇടയിൽ വന്നാലും മതി. നഹ്വു ഇന്ന സൈദൻ ലഹുവൽ ഖായിമു എന്നുള്ളിടത്തതുപോലെ. ഓക്കെ, ഇവിടെ സൈദൻ എന്നുള്ളത് മുബ്തദ അല്ല, കാരണം എന്താണ്? ഇവിടെ ഇന്ന എന്നുള്ളതിൻ്റെ ഇസ്മാണ്, അൽ ഖായിമു എന്നുള്ളത് ഇന്ന എന്നുള്ളതിൻ്റെ ഖബറാണ്. എങ്കിലും അതിൻ്റെ അസ്ൽ എന്തായിരുന്നു? സൈദുൻ അൽ ഖായിമു എന്നായിരുന്നു, മുബ്തദഉം ഖബറുമായിരുന്നു. അപ്പോൾ അസ്ൽ മുബ്തദഉം ഖബറുമായിട്ടുള്ള രണ്ട് പദങ്ങളുടെ ഇടയിൽ വന്നാലും അത് ലമീറുൽ ഫസ്ലായിട്ട് ഇവിടെയുള്ള ഹുവ എന്നുള്ള ലമീറിനെ നമുക്ക് എണ്ണാവുന്നതാണ് എന്നർത്ഥം. ഓക്കെ, ഇതോടുകൂടെ വൽ ഫസ്ല എന്നുള്ള ചർച്ചയും കഴിയുന്നു. ഇനി അടുത്തതായിട്ട് വസ്മൻ ഹല്ല ഖബ്ലഹുൽ ഖബർ എന്നുള്ള ബൈത്തിലുള്ള ശകലത്തിൻ്റെ ഷർഹാണ് പറയുന്നത്. ഓക്കെ, വഅശാറ ബിഖൗലിഹി വസ്മൻ ഹല്ല ഖബ്ലഹുൽ ഖബർ. ഓക്കെ,
ഒരു ഇസ്മിലും ലാമുൽ ഇബ്തിദാ പ്രവേശിക്കാവുന്നതാണ്. ആ ഇസ്മിൻ്റെ മുമ്പ് ഖബർ ഇറങ്ങിയിട്ടുണ്ട് എന്നുള്ള തൻ്റെ ഖൗല് കൊണ്ട് മുസന്നിഫ് തങ്ങൾ സൂചിപ്പിച്ചു. എന്തിലേക്ക്? ഇല അന്ന ലാമൽ ഇബ്തിദാഇ തദ്ഖുലു അലൽ ഇസ്മി, അത് ഇന്നയുടെ ഇസ്മിൻ്റെ മേലിൽ പ്രവേശിക്കുന്നതാണ്. ഇദാ തഅഖറ അനിൽ ഖബറി, അത് ഖബറിനെ തൊട്ട് പിന്തി വരികയാണ് എങ്കിൽ. ഓക്കെ, അതിന് മുമ്പ് ഖബർ ഇറങ്ങിയാൽ എന്ന് പറഞ്ഞാൽ ഇസ്മ ഖബറിനേക്കാളും പിന്തി വന്നിട്ടുണ്ടാകുമെന്നർത്ഥം. നഹ്വു ഏതുപോലെ? ഇന്ന ഫിദ്ദാരി ല സൈദൻ എന്ന് പറയുന്നത് പോലെ, നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇന്നയുടെ ഇസ്മാണ് സൈദൻ എന്നുള്ളത്, അത് ഫിദ്ദാരി എന്നുള്ള ഖബറിനേക്കാൾ പിന്തി വന്നിട്ടുണ്ട്. അപ്പോൾ ആ സൈദൻ എന്നുള്ളതിൽ ലാമുൽ ഇബ്തിദാ ചേർക്കാവുന്നതാണ്. ഖാല അല്ലാഹു തആല, അല്ലാഹു തആല പറയുന്നു, വ ഇന്ന ലക ലഅജ്റൻ ഗൈറ മംനൂൻ, നബിയെ അങ്ങേക്ക് തീരെ മുറിഞ്ഞു പോകാത്ത തരത്തിലുള്ള കൂലിയുണ്ട്, പ്രതിഫലമുണ്ട് എന്ന് അല്ലാഹു തആല പറയുന്നുണ്ട്. ഇവിടെ ഇന്ന എന്നുള്ളതിൻ്റെ ഇസ്മാണ്, അജ്റൻ എന്നുള്ളത് ലക എന്നുള്ളത് അതിൻ്റെ ഖബറാണ്. ലക എന്നുള്ള ഖബർ ഇസ്മിനേക്കാൾ മുന്തി വന്നതുകൊണ്ട് തന്നെ ല അജ്റൻ എന്ന് ഇസ്മിനോടൊപ്പം ലാമുൽ ഇബ്തിദാ ചേർത്ത് പറയാവുന്നതാണ്, കുഴപ്പമില്ല. ഓക്കെ, ഇനി അടുത്തത് നോക്കാം. വ കലാമുഹു, മുസന്നിഫ് തങ്ങളുടെ കലാമ യുഷ്ഇറു അയ്ളൻ, വീണ്ടും തോന്നിപ്പിക്കുന്നുണ്ട്. ബി അന്നഹു ഇദാ ദഖലത്തിൽ ലാമു അലാ ളമീരിൽ ഫസ്ലി ഔ അലൽ ഇസ്മിൽ മുതഅഖിരി. ഓക്കെ, നമ്മളിപ്പോൾ സൂചിപ്പിച്ച ലമീറുൽ ഫസ്ലിൻ്റെ മേലിലോ അല്ലെങ്കിൽ ഖബറിനേക്കാൾ പിന്തി വന്ന ഇസ്മിൻ്റെ മേലിലോ ലാമുൽ ഇബ്തിദാ പ്രവേശിക്കുകയാണെങ്കിൽ ലം തദ്ഖുൽ അലൽ ഖബരി, അതേ അവസരത്തിൽ അവിടെയുള്ള ഖബറിൻ്റെ മേലത് പ്രവേശിക്കുകയില്ല എന്നുള്ളതാണ് മുസന്നിഫ് തങ്ങളുടെ കലാമിൽ നിന്നും വ്യക്തമാകുന്നത്. വഹുവ കദാലിക, കാര്യം അങ്ങനെ തന്നെയാണ് എന്നർത്ഥം. ഫലാ തഖൂലു, അപ്പോൾ നീ പറയാൻ പാടില്ല ഇന്ന സൈദൻ ലഹുവ ലഖായിമുൻ വലാ ഇന്ന ലഫിദ്ദാരി ലസൈദൻ എന്നിങ്ങനെ പറയാൻ പാടില്ല എന്നർത്ഥം. ഓക്കെ, കാരണം ഇന്ന സൈദൻ ലഹുവ എന്നുള്ളിടത്ത് ആ ലമീറുൽ ഫസ്ലിൻ്റെ മേൽ ലാമുൽ ഇബ്തിദാ വന്നതിനാൽ പിന്നെ ഖായിമുൻ എന്നുള്ള ആ ഖബറിൽ ലാമുൽ ഇബ്തിദാ വരാൻ പാടില്ല എന്നുള്ളതുപോലെ ഇന്ന ലഫിദ്ദാരി ല സൈദൻ എന്നുള്ളിടത്ത് ല സൈദൻ എന്നുള്ള ഇസ്മിൽ ലാമുൽ ഇബ്തിദാ പ്രവേശിച്ചതിനാൽ പിന്നെ ഫിദ്ദാരി എന്നുള്ള ഖബറിൽ ലാമുൽ ഇബ്തിദാ പ്രവേശിക്കാൻ പാടില്ല, അങ്ങനെ പറയാൻ പാടില്ല. ഓക്കെ, ഇനി മറ്റൊരു കാര്യവും കൂടെ. മുഖ്തലാ ഇത്ലാഖിഹി, മുസന്നിഫ് തങ്ങൾ മുത്തലാഖാക്കി പറഞ്ഞതിൻ്റെ തേട്ടം എന്താണ്? മുത്തലാഖാക്കി പറഞ്ഞത് ഫി ഖൗലിഹി ഇന്ന ലാമൽ ഇബ്തിദാഇ തദ്ഖുലു അലൽ മഅമൂലിൽ മുതവസ്സിത്ത് ബൈനൽ ഇസ്മി വൽ ഖബരി. ഓക്കെ, ഇസ്മിൻ്റെയും ഖബറിൻ്റെയും ഇടയിൽ സംഭവിച്ചിട്ടുള്ള മഅമൂലിൻ്റെ മേലിൽ ലാമുൽ ഇബ്തിദാ പ്രവേശിക്കും എന്ന് മുത്തലാഖാക്കി പറഞ്ഞതിൻ്റെ തേട്ടം എന്താണ്? അന്ന കുല്ല മഅമൂലിൻ ഇദാ തവസ്സത, ഏത് മഅമൂലായാലും ആ ഒരു മഅമൂല്, ഖബറിൻ്റെ മഅമൂല്, അത് ഇസ്മിൻ്റെയും ഖബറിൻ്റെയും നടുവിൽ വരികയാണെങ്കിൽ ജാസ ദുഖൂലുൽ ലാമി അലൈഹി. ഓക്കെ, അതിൻ്റെ മേലെല്ലാം ലാമ് പ്രവേശിക്കൽ ജായിസാണ് എന്നുള്ളതാണ്. കാരണം ഇന്നാലിന്ന മഅമൂലി എന്നൊന്നും മുസന്നിഫ് തങ്ങൾ പറഞ്ഞിട്ടില്ല, ഇത്ലാഖാക്കി പറഞ്ഞതാണ്. അപ്പോൾ അത്തരത്തിലുള്ള മഅമൂലി എന്ന് പറഞ്ഞാൽ കൽ മഫ്ഊലി സ്വരീഹി, ഓക്കെ, വ്യക്തമായിട്ടുള്ള മഫ്ഊലി പോലെ, മഫ്ഊലി ബിഹി പോലെ, വൽ ജാരി വൽ മജ്റൂറി, ജാർ മജ്റൂർ പോലെയുള്ള മഅമൂലാകാം, വൽ ളർഫി, ളർഫ് പോലെയുള്ള മഅമൂലാകാം. ഓക്കെ, ഇന്ന സൈദൻ ല ഇൻദക ഖായിമുൻ എന്നുള്ളതാണ് അതിൻ്റെ ഉദാഹരണം. ഓക്കെ, എന്നുള്ളതുപോലെ വൽ ഹാലു, ഹാലുമാകാവുന്നതാണ്. വഖദ് നസ്സൻ നഹ്വിയൂന, എന്നാൽ ഇങ്ങനെയൊക്കെയാണ് മുസന്നിഫ് തങ്ങളുടെ ഖൗലിൽ നിന്നും വ്യക്തമാകുന്നത് എങ്കിലും വഖദ് നസ്സൻ നഹ്വിയൂന, നഹ്വി പണ്ഡിതന്മാർ വ്യക്തമാക്കി പറഞ്ഞിട്ടുണ്ട് അല മൻഇ ദുഖൂലിൽ ലാമി അലൽ ഹാലി. ഓക്കെ, ഹാല് എന്നുള്ള മഅമൂലിൻ്റെ മേൽ എന്ത് പ്രവേശിക്കാൻ പാടില്ല? ലാമുൽ ഇബ്തിദാ പ്രവേശിക്കാൻ പാടില്ല എന്നുള്ളതിൻ്റെ മേൽ. ഓക്കെ, അപ്പോൾ നഹ്വി പണ്ഡിതന്മാരുടെ, അധിക നഹ്വി പണ്ഡിതന്മാരുടെയും അഭിപ്രായ പ്രകാരം ഫലാ തഖൂലു, നീ പറയാൻ പാടില്ല ഇന്ന സൈദൻ ലലാഹികൻ റാക്കിബുൻ. ഓക്കെ, ഇന്ന സൈദൻ റാക്കിബുൻ ലാഹിക്കൻ എന്നായിരുന്നു അവിടെ അടിസ്ഥാനപരമായിട്ടുണ്ടായിരുന്നത്. ഓക്കെ, തീർച്ചയായിട്ടും സെയ്ദ് ചിരിക്കുന്നവനായിട്ട് വാഹനം കയറിയവനാണ്. ലാഹിക്കൻ എന്നുള്ളത് അവിടെ ഹാലാണ്, ആ ഹാലിനെ മുന്തിക്കുന്നു. റാക്കിബുൻ എന്നുള്ളതിൻ്റെ മഅമൂലാണത്. അപ്പോൾ അത് ഹാലായതിനാൽ തന്നെ ആ ഹാലിനോടൊപ്പം ലാമുൽ ഇബ്തിദാ പ്രവേശിക്കാൻ പാടില്ല എന്നാണ് അധിക നഹ്വി പണ്ഡിതന്മാരും പറയുന്നത് എന്നർത്ഥം. ഓക്കെ, അപ്പോൾ ഇതോടുകൂടെ ലാമുൽ ഇബ്തിദാഇൻ്റെ ചർച്ച കഴിയുന്നു. ഇനി അടുത്തതായിട്ട് മാ എന്നുള്ള, ഓക്കെ, മാ അൽ കാഫത്തു അനിൽ അമലി എന്നുള്ള വിഷയം നിങ്ങൾ നഹ്വിലൊക്കെ പഠിച്ചിട്ടുണ്ടാകും. അത്തരത്തിലുള്ള മായെക്കുറിച്ചാണ് ഇനി പറയാനിരിക്കുന്നത്. ഇന്ന എന്നുള്ളതിനോടൊപ്പം ഇന്ന മാ എന്ന് പറയുകയാണെങ്കിൽ, അന്ന മാ എന്ന് പറയുകയാണെങ്കിൽ അവിടെയൊക്കെ ആ ഇന്നയുടെ അന്നയുടെ അമല് നഷ്ടപ്പെടും എന്നുള്ള വിഷയമാണ് നമുക്കിവിടെ ചർച്ച ചെയ്യാനുള്ളത്. ഒന്ന് ശ്രദ്ധിക്കുക. ووصل ما بذي الحروف مبطل إعمالها وقد يبقى
യുബഖൽ അമലു. ഓക്കെ, ഒന്ന് നോക്കുക. വവസ്ലു മാ എന്നുള്ളത് ചേർക്കൽ ബിദിൽ ഹുറൂഫി ഈ ഹർഫുകളുമായിട്ട്. അപ്പോൾ 6 ഹർഫുകൾ നമ്മൾ പറഞ്ഞു. ഈ 6 ഹർഫുകളുമായിട്ട് മാ എന്നുള്ളത് ചേർക്കൽ മുബ്തിലുൻ ഇഅ്മാലഹ ഈ ഹർഫുകളുടെയൊക്കെ അമലിനെ ബാത്തിലാക്കുന്നതാണ്. ഓക്കെ, എന്നിരുന്നാലും വഖദ് യുബഖൽ അമലു ചിലപ്പോൾ അതിൻ്റെ അമൽ ശേഷിക്കപ്പെടാറുണ്ട്. അപ്പോൾ ഇന്നമ അന്നമ എന്നൊക്കെ പറയുകയാണെങ്കിൽ ഇന്നയുടെ അമൽ അധിക സമയവും ഉണ്ടാവുകയില്ല. എന്നാൽ ചില അവസരങ്ങളിൽ ആ അമൽ അവിടെ കാണാവുന്നതാണ് എന്നർത്ഥം. ഓക്കെ, ഷറഹിലേക്ക് നോക്കാം. ഇതത്തസലത്ത് മാ ഗൈറുൽ മൗസൂലത്തി മൗസൂലത്ത് അല്ലാത്ത മാ ചേർന്ന് വരികയാണെങ്കിൽ, മൗസൂലായ മായെക്കുറിച്ച് നമ്മൾ മുമ്പ് പഠിച്ചിട്ടുള്ളതാണ്. വമൻ വമാ വ അൽ തുസാവി മാ ദുകിർ വഹാകദാ ദു ഇൻദ തയ്യി ഇൻ ഷുഹിർ എന്നുള്ള ബൈത്തിൽ നമ്മളിത് പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ മൗസൂല് അല്ലാതെ ഉപയോഗിക്കുന്ന മാ എന്നുള്ളത് ചേർന്ന് വരികയാണെങ്കിൽ ബി ഇന്ന വഅഖവാതിഹ ഇന്ന അതിൻ്റെ അഖവാത്തിൻ്റെ മേൽ കഫത്ത്ഹ അനിൽ അമലി അങ്ങനെയെങ്കിൽ മാ എന്നുള്ളത് ഈ ഹർഫുകളെ തൻ്റെ അമലിനെ തൊട്ട് തടയുന്നതാണ്. മാ വരുന്നതോടുകൂടി ഇവക്ക് അതിൻ്റെ അമൽ ഉണ്ടായിരിക്കുന്നതല്ല എന്നർത്ഥം. ഓക്കെ, ഇല്ലാ ലൈത്ത എന്നുള്ള ഹർഫല്ലാതെ. ഓക്കെ, അപ്പോൾ ലൈത്തക്ക് ഇവിടെ മറ്റൊരു നിയമമാണുള്ളത്. ഫഇന്നഹു യജൂസു ഫീഹൽ ഇഅ്മാലു വൽ ഇഹ്മാലു ലൈത്ത എന്നുള്ളതിനോടൊപ്പം മാ എന്ന് ചേർന്ന് വരികയാണെങ്കിൽ അതിനെ ഇഅ്മാല് ചെയ്യാനും ഇഹ്മാല് ചെയ്യാനും ജായിസാണ്. ഇഅ്മാൽ എന്ന് പറഞ്ഞാൽ ലൈത്തമാ സൈദൻ ഖായിമുൻ എന്ന് പറയാവുന്നതാണ്. ഓക്കെ, വൽ ഇഹ്മാലു എന്ന് പറഞ്ഞാൽ ലൈത്തക്ക് പ്രത്യേകിച്ച് അമലൊന്നുമില്ല. ലൈത്തമാ സൈദുൻ ഖായിമുൻ എന്നും ലൈത്തക്ക് ഇന്നയുടെ അമലില്ലാതെയും പറയാവുന്നതാണ് എന്നർത്ഥം. അതാണ് ഫതഖൂലു അപ്പോൾ നീ പറയും ഇന്നമാ സൈദുൻ ഖായിമുൻ വലാ യജൂസു നസ്ബു സൈദുൻ എന്നുള്ളതിന് നസ്ബ് ചെയ്യാൻ പാടില്ല. ഇന്നമാ സൈദുൻ ഖായിമുൻ എന്നേ പറയാവൂ എന്നർത്ഥം. മാ എന്ന് ചേരുന്നതോടുകൂടെ ഇന്നയുടെ അമൽ തടഞ്ഞു പോകുന്നു, ബാത്തിലായി പോകുന്നു. വകദാലിക ഇപ്രകാരം തന്നെയാണ് ബാക്കിയുള്ള അന്ന വകഅന്ന വലാകിന്ന വലഅല്ല എന്നീ ഹർഫുകളെല്ലാം. ഓക്കെ, ഇനി വതഖൂലു ലൈതമാ സൈദുൻ ഖായിമുൻ എന്ന് ലൈത്തയുടെ അമൽ പോകുന്ന രൂപത്തിൽ ബാത്തിലാകുന്ന രൂപത്തിൽ നിനക്ക് പറയാവുന്നതാണ്. വ ഇൻ ശിഅത നസബ്ത സൈദൻ ഇനി വേണമെങ്കിൽ സൈദൻ എന്നുള്ളതിന് നിനക്ക് നസ്ബ് നൽകുകയും ചെയ്യാം. ഫഖുൽത ലൈതമാ സൈദൻ ഖായിമുൻ എന്നും പറയാവുന്നതാണ്. അതാണ് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചത്. ലൈത്ത എന്നുള്ള ഹർഫിനോടൊപ്പം മാ എന്ന് വരികയാണെങ്കിൽ അവിടെ ഇഅ്മാലും ഇഹ്മാലും ജായിസാണ് എന്ന്. ഓക്കെ, ഇഅ്മാലി എന്ന് പറഞ്ഞാൽ ഇന്നയുടെ അമൽ നൽകുന്നതിനെ കുറിച്ചാണ് പറയുക. ഇഹ്മാലി എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ മുബ്തദവും ഖബറുമായിട്ട് ഉപയോഗിക്കുന്നതിനെ കുറിച്ചാണ് പറയാം. ഓക്കെ, വലാഹിറു കലാമിൽ മുസന്നിഫ് റഹിമഹുല്ലാഹു തആല ഇനി മുസന്നിഫ് തങ്ങളുടെയും ബാക്കിയുള്ള നഹ്വി പണ്ഡിതന്മാരുടെയും ഇടയിലുള്ള ഒരു ചെറിയ അഭിപ്രായ വ്യത്യാസമാണ് പറയുന്നത്. ഓക്കെ, വലാഹിറു കലാമിൽ മുസന്നിഫ് റഹിമഹുല്ലാ മുസന്നിഫ് തങ്ങളുടെ കലാമിൽ നിന്നും ലോഹിറാകുന്നത് അന്നമ തീർച്ചയായിട്ടും മാ എന്നുള്ള പദം ഇനി തസലത്ത് ബിഹാദിഹിൽ അഹ്റുഫി ഈ 6 ഹർഫുകളുമായിട്ട് ചേർന്ന് വരികയാണ് എങ്കിൽ കഫത്ത്ഹ അനിൽ അമലി. ഓക്കെ, ഈ മാ എന്നുള്ളത് അവയെ അമലിനെ തൊട്ട് തടയുന്നതാണ് എന്നതാണ് മുസന്നിഫ് തങ്ങളുടെ ഖൗലിൽ നിന്നും വ്യക്തമാകുന്നത്. വഖദ് തഅമലു ഖലീലൻ എങ്കിലും ചില അവസരങ്ങളിൽ വിരളമായിട്ട് അത് അമൽ ചെയ്യുന്നതാണ് എന്നുള്ള കാര്യവും മുസന്നിഫ് തങ്ങളുടെ ഖൗലിൽ നിന്നും വ്യക്തമാണ്. വഖദ് യുബഖൽ അമലു എന്നുള്ള കാര്യം നമ്മൾ പഠിച്ചുവല്ലോ. ഓക്കെ, വഹാദാ മദ്ഹബു ജമാഅത്തി മിനൻ നഹ്വീന ഇപ്പറഞ്ഞ അഭിപ്രായം ഒരു കൂട്ടം നഹ്വി പണ്ഡിതന്മാരുടെ വീക്ഷണമാണ്, അഭിപ്രായമാണ്. വബിനി സറാജ് എന്നുള്ള പണ്ഡിതന്മാരെ പോലെ എന്ന് മാത്രമല്ല വഹക്കൽ അഖ്ഫശു വൽ കിസാഇയു ഇന്നമാ സൈദൻ ഖായിമുൻ എന്നാൽ അഖ്ഫശ് തങ്ങളും കിസാഇ ഇമാമും എന്തുദ്ധരിച്ചിട്ടുണ്ട്? ഇന്നമാ സൈദൻ ഖായിമുൻ എന്ന് ഉപയോഗിച്ചിട്ടുണ്ട്. ഓക്കെ, എന്നാൽ വസ്സഹീഹു അൽ മദ്ഹബുൽ അവ്വലു എന്നാൽ ഇവിടെ പ്രബലമായിട്ടുള്ള അഭിപ്രായം, ശരിയായിട്ടുള്ള അഭിപ്രായം എന്താണ്? ഒന്നാമത്തെ അഭിപ്രായമാണ്. നമ്മളിവിടെ 2 അഭിപ്രായങ്ങൾ പറഞ്ഞു. ഒന്നാമതായിട്ട് എന്താണ്? ഇന്ന, അന്ന, കഅന്ന, ലാകിന്ന, ലഅല്ല എന്നീ ഹർഫുകളോടൊപ്പം മാ എന്ന് വരികയാണെങ്കിൽ അതൊരിക്കലും അമൽ ചെയ്യാൻ പാടില്ല. ലൈത്തയോടൊപ്പമാണ് മാ വരുന്നത് എങ്കിൽ അവിടെ ഇഹ്മാലും ചെയ്യാം ഇഅ്മാലും ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ആദ്യമായിട്ടുള്ള അഭിപ്രായം പറഞ്ഞത്. പിന്നീട് നമ്മൾ മുസന്നിഫ് തങ്ങളുടെ ഖൗലിൽ നിന്നും വ്യക്തമാകുന്ന കാര്യം പറഞ്ഞു. അതായത് ഈ 6 ഹർഫുകളോടൊപ്പം മാ എന്ന് വന്നാൽ അതിൻ്റെ അവിടെയുള്ള അധികമായിട്ടുള്ള ഉപയോഗവും അവിടുത്തെ അമല് ഇല്ലാതാക്കുന്നതാണ്. എന്നാൽ ചില അവസരങ്ങളിൽ അമൽ ചെയ്യുന്നതാണ് എന്നും പറഞ്ഞു. എന്നാൽ
ഷാരിഹ് വിശദീകരിക്കുന്നു വസ്സഹീഹു അൽ മദ്ഹബുൽ അവ്വലു, ഇവിടെ ശരിയായിട്ടുള്ള അഭിപ്രായം ഒന്നാമത്തെ അഭിപ്രായമാണ്. വഹുവ, അതെന്താണെന്ന് വെച്ചാൽ അന്നഹു ലാ യഅമലു മിൻഹ മഅ ഇല്ലാ ലിത, അന്നഹു തീർച്ചയായിട്ടും കാര്യം ലാ യഅമലു മിൻഹ ഈ അഖവാത്തു ഇന്നയിൽ നിന്നും അമൽ ചെയ്യുകയില്ല മായോട് കൂടെ ഇല്ലാ ലൈത എന്നുള്ള ഹർഫല്ലാതെ. ഓക്കെ, അപ്പോൾ ഇനി കിസായി ഇമാമും അഖ്ഫശ് തങ്ങൾ ഉദ്ധരിച്ചതോ, അവർ പറയുന്നുണ്ടല്ലോ ഇന്നമാ സൈദൻ ഖായിമുൻ എന്ന്, ഇന്ന എന്നുള്ളതിനോടൊപ്പം മാ എന്നുള്ളത് വന്നിട്ടും അവിടെ അമൽ ചെയ്തതായിട്ട് അവർ ഉദ്ധരിച്ചതോ, വ അമ്മാ മാ ഹക്കാഹുൽ അഖ്ഫശ് വൽ കിസായി ഫഷാദുൻ, അവർ രണ്ടുപേരും ഉദ്ധരിച്ചിട്ടുള്ള ഉദാഹരണം അത് ഷാദായിട്ട് വന്നതാണ്. അവ ഒരിക്കലും നമുക്കൊരു നിയമമായിട്ട് ഗണിക്കാൻ സാധ്യമല്ല എന്നർത്ഥം. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ മാ എന്നുള്ള പദത്തെക്കുറിച്ച് പറയുമ്പോൾ തന്നെ സൂചിപ്പിച്ചിരുന്നു ഗൈറുൽ മൗസൂലത്ത് എന്ന്, അല്ലേ, മൗസൂലത്ത് അല്ലാത്ത മാ ആയിരിക്കണം. ഇനി അതിനെക്കുറിച്ചാണ് വഹ്തറസ്നാ ബി ഗൈറിൽ മൗസൂലത്തി, മൗസൂലത്ത് അല്ലാത്തത് എന്നുള്ള കൗല് കൊണ്ട് നമ്മൾ സൂക്ഷിച്ചു മിനൽ മൗസൂലത്തി മൗസൂലത്തായിട്ടുള്ള മായിൽ നിന്നും. അപ്പോൾ മൗസൂലത്തായിട്ടുള്ള മാ വരികയാണെങ്കിൽ ഫഇന്നഹാ ലാ തകുഫുഹാ അനിൽ അമലി, അപ്പോൾ ആ മാ ഒരിക്കലും ഈ ഇന്നാ വഅഖവാതുഹയെ അമലിനെ തൊട്ട് തടഞ്ഞു വെക്കുകയില്ല. ബൽ മറിച്ച് തഅമലു മഅഹാ, ആ മാ അൽ മൗസൂലയോടൊപ്പവും ഇന്നാ വഅഖവാതുഹ അമൽ ചെയ്യുന്നതാണ്. ഓക്കെ, ഇനി നമുക്ക് മൗസൂലത്തായിട്ടുള്ള മാ എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശമെന്നറിയാം. വൽ മുറാദു മിനൽ മൗസൂലത്തി, മൗസൂലത്തായിട്ടുള്ള മാ എന്നുള്ളത് കൊണ്ടുള്ള ഉദ്ദേശ്യം അല്ലത്തി ബിമഅന അല്ലദി എന്നുള്ള അർത്ഥത്തിലുള്ള മായാണ് എന്നർത്ഥം. നഹ്വു പോലെ ഇന്ന മാ ഇൻദക ഹസനുൻ, ഐ ഇന്നല്ലദി ഇൻദക ഹസനുൻ. ഓക്കെ, നിന്റെ അടുക്കലുള്ളത് വളരെ ഉഷാറായിട്ടുള്ള ഭംഗിയുള്ള കാര്യമാണ് എന്ന് പറയുന്നിടത്ത് ആ മാ എന്നുള്ളത് അല്ലദി എന്നുള്ളതിൻ്റെ സ്ഥാനത്ത് വന്നതാണ്, അതിൻ്റെ അർത്ഥത്തിൽ വന്നിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ മാ എന്നുള്ളത് ഇവിടെ മൗസൂലായതുകൊണ്ട് തന്നെ ഇന്നക്ക് അതിൻ്റെ അമലുണ്ടായിരിക്കുന്നതാണ് എന്നർത്ഥം. ഓക്കെ, അപ്പോൾ ഇന്ന എന്നുള്ളതിൻ്റെ ഇസ്മാണ്, മാ ഇൻദക എന്നുള്ളത് അതിൻ്റെ സ്ഥാനം എന്താണ്, നസ്ബിൻ്റെ സ്ഥാനത്താണ്. ഹസനുൻ എന്നുള്ളത് ഖബറാണ്, അത് മർഫൂ ആണ് എന്നർത്ഥം. ഓക്കെ, ഇനി മൽ മൗസൂലത്ത് എന്ന് പറഞ്ഞാൽ മറ്റൊരർത്ഥവും കൂടിയുണ്ട്. വല്ലത്തി ഹിയ മുഖദ്ദറത്തും ബിൽ മസ്ദരി, ഒരു മസ്ദറുമായിട്ട് സങ്കല്പിക്കപ്പെടുന്ന മായെക്കുറിച്ച് നമ്മൾ മൗസൂലത്തിൻ്റെ മാ എന്ന് പറയുന്നതാണ്. നഹ്വു മാ ഫഅൽത ഹസനുൻ, നീ ചെയ്ത കാര്യം നല്ല കാര്യമാണ്. ഐ ഇന്ന ഫിഅലക ഹസനുൻ എന്നുള്ളതാണ് അതിൻ്റെ സങ്കല്പിച്ചാൽ നമുക്ക് ലഭിക്കുന്നത്. മാ ഫഅൽത ഹസനുൻ എന്നുള്ളതിനെ ഫിഅലുക ഹസനുൻ എന്ന് നമുക്കൊരു മസ്ദറായിട്ട് സങ്കല്പിക്കാവുന്നതാണ്. ആ മായെക്കുറിച്ച് നമ്മൾ മൗസൂലത്തിൻ്റെ മാ എന്ന് പറയുന്നതാണ്. നമ്മളിവിടെ ശരിക്കും നോക്കുകയാണെങ്കിൽ മാ ഫഅൽതഹു ഹസനുൻ എന്നുള്ളതാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ അല്ലദി ഫഅൽതഹു ഹസനുൻ എന്ന് പറഞ്ഞാലും മാ എന്നുള്ളത് അല്ലദി എന്നുള്ളതിൻ്റെ സ്ഥാനത്ത് വന്നതാണെന്ന് പറഞ്ഞാലും അത് ശരിയാകുന്നതാണ്. ഓക്കെ, ഫിഅലിനെ സങ്കല്പിക്കണമെന്ന് നിർബന്ധമില്ല എന്നർത്ഥം. ഓക്കെ.